ഹായ് ഡിയേഴ്സ്, നമുക്കൊരു കേക്ക് ഡെക്കറേറ്റിംഗ് വീഡിയോ ആയാലോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വാഞ്ചോ ഗ്ലേസ് കേക്കാണ്. അപ്പോൾ വാഞ്ചോ കേക്ക് എന്ന് തന്നെ പറയുമ്പോൾ അറിയാൻ പറ്റും, അതിനകത്ത് വാനില സ്പഞ്ചും അതുപോലെ തന്നെ ചോക്ലേറ്റ് സ്പഞ്ചും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പഞ്ചൊക്കെ ആദ്യമേ തന്നെ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ സ്പഞ്ചിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട് അതിന് തന്നെ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു വാനില സ്പഞ്ച് വെച്ച് കൊടുത്തു. പിന്നെ മുകളിൽ നമ്മൾ സാധാരണ പോലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തു. പിന്നെ ക്രീം, വിപ്ഡ് ക്രീം കൊടുത്തു. പിന്നെ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ചെറീസും കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഇതുപോലെ തന്നെ വെറ്റ് ചെയ്തെടുക്കുക, അതായത് നമ്മുടെ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണത് വിപ്ഡ് ക്രീമിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചൊരു ചോക്ലേറ്റ് ഗണാശ കൂടി ഇട്ടിട്ട് ഒന്നൊന്ന് മിക്സാക്കി എടുത്തിട്ട് ആ ഒരു ഇതാണ് കേട്ടോ. അത് ഇപ്പോൾ കളറും ടേസ്റ്റും കുറച്ച് ചേഞ്ച് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലാണെങ്കിലും കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ സെയിം ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഇനിയുള്ളതെല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അതായത് ഷുഗർ സിറപ്പ് അറിയാമല്ലോ, 1 കപ്പ് പഞ്ചസാരയിലിട്ട് ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത് വെച്ചാൽ മതി. 4 ലെയറാണല്ലോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. ഒരു ലെയർ മാത്രമാണ് നമ്മുടെ ചോക്ലേറ്റ് ഗണാശ വെച്ചിട്ടുള്ള ആ ഒരു ക്രീം, വിപ്ഡ് ക്രീം വന്നിട്ടുള്ളത് കേട്ടോ. ബാക്കി പുറത്തൂടെയൊക്കെ നോർമൽ വിപ്ഡ് ക്രീം തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്രം കോട്ടിങ് വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായതിന് ശേഷം ഫൈനൽ കോട്ടിങ് കൂടെ ചെയ്തെടുക്കണം. അതൊക്കെ നോർമൽ നമ്മുടെ കേക്കിലൊക്കെ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ കേട്ടോ. ഇപ്പോൾ കേക്ക് ഡെക്കറേഷൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പല കേക്കുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കേക്ക്സ് എന്നും പറഞ്ഞുകൊണ്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു ബോൾസ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു 2 ഇത് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ബോൾസ് കിട്ടും കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ഗണാശ തയ്യാറാക്കിയെടുക്കുകയാണ്. അപ്പോൾ അര കപ്പ് വിപ്പിംഗ് ക്രീമിലിട്ട് 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുത്താണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടും ബട്ടർ ചേർക്കുമ്പോൾ. അപ്പോൾ മെൽറ്റ് ചെയ്യിപ്പിച്ചെടുത്തതിൽ നമ്മളൊരു പച്ച കളർ കൂടെ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിരുന്നത് ഗ്രീൻ കളർ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു കളർ കിട്ടാനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആദ്യം ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഗ്രീൻ ആഡ് ചെയ്തതിന് ശേഷം പിന്നീട് വീണ്ടും ഗ്രീൻ കളർ ആഡ് ചെയ്ത് അങ്ങനെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം എന്നിട്ട് കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് കേക്കിന് മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ബോൾസൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷനൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ഞാനിത് എഴുതിയിരിക്കുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇതുപോലത്തെ ഒരു മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതുപോലത്തെ ലെറ്റേഴ്സൊക്കെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. എന്നിട്ട് അതിനും ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് എല്ലാത്തിനൊന്ന് ചെറിയൊരു ഗോൾഡൻ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്ക് അതുപോലെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് അതൊക്കെ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ആ കേക്ക് ബോർഡ് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉഷാറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.